ഹലോ, അടുത്ത പാട്ടിലേക്ക് പോയാലോ? വാശിയുടെ കാര്യത്തിലേ ഞാനൊട്ടും പുറകിലല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞിന് താങ്ങില്ല. അത് പറയലും അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഒരുമിച്ചാണ്. ശേഷം അവൻ അവളെയും ചേർത്ത് പിടിച്ച് സെറ്റിലേക്ക് കിടന്നു. നീലൻ താഴെ വീണ് കിടക്കുന്ന റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്ത് സെറ്റിയുടെ ഹാൻഡിൽ തല വെച്ച് കിടന്നു. അവൻ ഇരു കൈകൾ കൊണ്ട് തൻ്റെ കഴുത്തി മുഖം ചേർത്ത് കിടക്കുന്ന അപ്പുവിനെ ചുറ്റിപ്പിടിച്ചു. നീല, അവൾ തല ഉയർത്തി അവനെ നോക്കി വിളിച്ചു. എന്തോ? നീല, അറിഞ്ഞേ, നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? അവൾ പറയുന്നത് കേട്ട നീലൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. താൻ സ്വപ്നത്തിൽ കണ്ട അതേ ചോദ്യം. അവൻ ഒരു നിമിഷം ഉത്തരവില്ലാതെ നിന്നു. പറഞ്ഞില്ല. അത് നിനക്ക് ഏറ്റവും ഇഷ്ടം ഭാനുമയല്ലേ? അല്ല, നിൻ്റെ അച്ഛനെ ആയിരിക്കും. അതമ്മയോ? അവൾ ചോദിച്ചു. എനിക്ക് കുറച്ച് വർക്കുണ്ട്, അത് പറഞ്ഞ് അവളെ സെറ്റിലേക്ക് കിടത്തി. നീലൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അത് കണ്ടപ്പോൾ നേരെ അടുക്കളയിലേക്കും പോയി. ചായ വെച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൾ നീലൻ അരികിലേക്ക് വന്നു. അവൾ നല്ല പഠിപ്പിലാണ്. അവളുടെ സാമീപ്യം അറിഞ്ഞ് അവൻ തല ഉയർത്തി നോക്കി. എന്താ എന്ന രീതിയിൽ പുരുക ഉയർത്തി. ചായ വേണോ? അവൾ അവന് നേരെ കപ്പ് നീട്ടി. വേണ്ട, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്തിനെങ്ങനെ എപ്പോഴും പഠിക്കണേ? ബോറടിക്കില്ലേ? അതെങ്ങനെ പഠിക്കുമ്പോൾ ബോറടിക്കുക? വെറുതെ ഇരിക്കുമ്പോഴല്ലേ ബോറടിക്കുക? നീലൻ ചോദിച്ചു. എനിക്കൊന്നും അങ്ങനെയല്ല, ബുക്ക് തുറന്നാൽ തന്നെ ബോറടിക്കാൻ തുടങ്ങും. ആഹാ, അന്നാ ഒന്നും കാണണമല്ലോ, പോയി ബുക്ക് എടുത്തിട്ട് വാ. നീലൻ പറഞ്ഞ അപ്പൂൻ്റെ മുഖം ആകെ മാറി. ഇപ്പോൾ വരാം, ഈ ഗ്ലാസ് ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ കേട്ടാ. അത് പറഞ്ഞ് അപ്പൂവിനെ പിന്നെ നീലൻ കാണുന്നത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. ഇത് നീ ആർക്ക് വേണ്ടിയാ കഴിക്കണേ? അപ്പൂവിൻ്റെ പ്ലേറ്റിലെ ചോറ് കണ്ട് നീലൻ ചോദിച്ചു. എനിക്കല്ലേ? ആണല്ലോ, എന്നാൽ കുറച്ചുകൂടി അങ്ങ് ഇട്ടേ, ആരൂട്ട് ഇതിനേക്കാളും കഴിക്കുമല്ലോ. അയ്യോ, എനിക്ക് വേണ്ട, ഇപ്പം തന്നെ എനിക്ക് അമ്പർല ശ്രമക്ക് വരുന്നുണ്ട്. എന്ത്? നീലം മനസ്സിലാവാതെ നെറ്റി വിളിച്ചു. കൂടെ വയറ് കണ്ടില്ലേ വീർത്തിരിക്കണേ? ഞാൻ എത്ര കഴിച്ചാലും തടി വയ്ക്കില്ല, പകരം വയറ് മാത്രം ഇങ്ങനെ വീർത്ത് വരും. ഒരു വീർക്കലും ഇല്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പൂർണ്ണ. നീലൻ 2 കൈയിൽ ചോറ് കൂടെ അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് അവൾ നീലൻ നോക്കി പേടിപ്പിച്ച് കഴിക്കാൻ തുടങ്ങി. നീലൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടും അവൻ അപ്പുവിൻ്റെ കഴിച്ച് തീരം കാത്തിരുന്നു. വേഗം കഴിക്കപ്പോ, നീലൻ പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ അപ്പു ഒരു ഉരുള ചോറ് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ശേഷം അടുത്ത ഉരുള അവൾ കഴിച്ച് വീണ്ടും നീലന് ഒരു ഉരുള നീട്ടി. വേഗം കഴിക്കേ, എന്നാലല്ലേ എൻ്റെ നീലം കുട്ടി വേഗം വലുതാവൂ. അവൾ നീലൻ്റെ വായിലേക്ക് വീണ്ടും ചോറ് വെച്ച് കൊടുത്തു. അങ്ങനെ ആ ചോറ് മുഴുവൻ അവൾ നീലനെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് തീർത്തു. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ക്ഷമിച്ചതാ, നാളെ എൻ്റെ കുഞ്ഞ് ഈ അടവെടുക്കാമെന്ന് കരുതണ്ട. നീലൻ അപ്പൂവിനോടായി പറഞ്ഞെഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. നീ എന്താ നീല എപ്പോഴും എന്നെ അപൂർണന്ന് വിളിക്കണേ? എല്ലാവരും വിളിക്കണ പോലെ അപ്പൂന്ന് വിളിച്ചൂടെ? രാത്രി കിടക്കാൻ നേരം അപ്പു നീലന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. അതുകൊണ്ട് അപൂർണയ്ക്ക് എന്താ കുഴപ്പം? നീലൻ അവൾ നേരത്തെ തിരിഞ്ഞു കിടന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്തോ ഗ്യാപ്പ് പോലെ, നമ്മൾ തമ്മിൽ ഒരു അടുപ്പില്ലാത്ത പോലെ. അതിന് നമ്മൾ തമ്മിൽ അടുപ്പൊന്നുമില്ലല്ലോ, നമ്മൾ കിടക്കുന്ന പോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ? നീലൻ ചോദിച്ചതും അപ്പം മുഖം വേർപ്പിച്ച് തിരിഞ്ഞു കിടന്നു. അത് കണ്ട് നീലൻ ചിരിയോടെ അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തി മുഖം ചേർത്തു. കുഞ്ഞ്, അവൻ ആർദ്രമായി അവളുടെ കാതിൽ വിളിച്ചു. ഞാൻ കുഞ്ഞല്ല. ആരാ പറഞ്ഞേ? എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, നീ തീരുമാനിച്ചാൽ മതിയാ. എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെ വിളിക്കുമോ? ഇങ്ങനെ വിളിക്കാൻ എനിക്ക് സൗകര്യമുള്ളോ? നീലൻ അവളുടെ കാതിൽ കടിച്ചത് പറഞ്ഞതും അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. ഈ നീലന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്നറിയോ നിനക്ക് അപൂർണ? അവളുടെ കുഞ്ഞുമുഖം കയ്യിലെടുത്ത് അവൻ ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി.
ഈ നീലന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഞാൻ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും എൻ്റെ പൊന്നല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനോടായിരിക്കില്ലേ ഈ നീലിന് കൂടുതൽ ഇഷ്ടം? അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നിരുന്നു. സത്യമായിട്ടും? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. എൻ്റെ ജീവനല്ലേ നീ, എൻ്റെ പ്രണയം? അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ഇറുക്കെ ചേർത്ത് പിടിച്ചു. അത്രയും സ്നേഹത്തോടെ, അത്രയും പ്രണയത്തോടെ. ഒരുപക്ഷെ ഞാൻ വേറെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? നീലൻ അവളെ നോക്കി ചോദിച്ചു. അറിയില്ല. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. അന്ന് കല്യാണം ഉറപ്പിച്ച സന്തോഷത്തിൽ ഞാൻ ക്ലബിലെ പിള്ളേർക്ക് പാർട്ടി കൊടുത്തിരുന്നു. അന്ന് വീട്ടിലേക്ക് തിരികെ വരുന്ന വഴി ബോധമില്ലാതായിരുന്നു എൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. അന്നാണ് നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. എനിക്കത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. നീലൻ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം അവളോടായി പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടതല്ലാതെ വേറൊന്നും മിണ്ടിയില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനെന്ത് മിണ്ടാൻ? ഈ സിനിമയിലൊക്കെ പറയണ പോലെ നിൻ്റെ ഭാര്യയിൽ ഞാനായിരിക്കും. അതില്ലേ കൃത്യമായിട്ട് നീ എൻ്റെ അടുത്ത് തന്നെ എത്തിയത്. വലിയ കാര്യം പറയുന്ന പോലെ അപ്പു നീലനെ കൊണ്ട് പറഞ്ഞു. നീലൻ ഒന്ന് ചിരിച്ചു. നീലൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ഇന്ന് നീ ക്ലാസ്സിൽ പോകുന്നില്ലേ? രാവിലെ താടിക്കും കൈ കൊടുത്ത് മുറ്റത്തെ സ്റ്റെപ്പിലിരിക്കുന്ന അപ്പുവിനെ കണ്ട് ചോദിച്ചു. ഇല്ല. അതെന്താ? ഇന്ന് രാവിലെ മുറ്റത്ത് ഒരൊറ്റ മൈനയെ കണ്ടു. അതിനെന്താന്നോ ഒറ്റമൈനെ കണ്ട് അടിയും വഴക്കും കിട്ടാന്ന് ശാസ്ത്രം. പൊട്ടത്തരം പറയാതെ ക്ലാസ്സിൽ പോകാൻ നോക്കൂടെ? ഇല്ല, പൊട്ടത്തരം നല്ലത്. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റമൈനെ കണ്ട് ട്യൂഷന് വന്ന് നീ എന്നെ തല്ലിയില്ലേ? അന്ന് ഞാൻ തല അറിഞ്ഞു വീണില്ലേ? നീ കള്ളം പറയണ? ഞാൻ തല്ലിയോ നിന്നെ? ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സിനും നിരത്തി തോറ്റേന് പേടിപ്പിക്കാൻ തല്ലാൻ വടി ഊങ്ങിയതല്ലേ ഉള്ളോ? അപ്പോഴേക്കും നീ പേടിച്ച് തലയിറങ്ങി വീണത് എൻ്റെ കുഴപ്പമാണോ? അതിനിവിടെ പ്രസക്തി ഇല്ല മാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോവില്ല. അപ്പോൾ പറഞ്ഞു തീർത്തു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്